നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്ന് ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത GTയും ഇതുവരെ തോറ്റിട്ടില്ലാത്ത DCയും തമ്മിലാണ് കളി. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മൈതാനത്ത് രാത്രി കളി നടക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളും ആഗ്രഹിക്കുന്നില്ല. മികച്ചൊരു പോരാട്ടമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. DCയുടെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ സമീർ റിസ്വിയാണ് അവരുടെ ബാറ്റിങ്ങിൻ്റെ സ്റ്റാറായിട്ട് നിന്നത്, ബാറ്റിങ്ങിനെ ഒരുമിച്ച് കൊണ്ടുപോയത്. അപ്പം അതുപോലെയുള്ള പ്രകടനം മറ്റ് താരങ്ങളിൽ നിന്ന് കൂടി എന്തായാലും DC പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോമിലല്ലാത്ത ചില താരങ്ങളുണ്ട്, KL രാഹുൽ. പക്ഷേ രാഹുലിനൊന്നും മാറ്റുമെന്ന് ആരും കരുതുന്നില്ല. നിതീഷ് റാണക്കും വിപ്രാജ് നിഗത്തിനും ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധ്യതയാണ്. കാരണം ടീം വിജയിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ വലിയൊരു മാറ്റങ്ങളിലേക്ക് അവർ പോകുമെന്നും ഇപ്പോൾ കരുതാൻ പറ്റില്ല. അപ്പോൾ DCയുടെ ഒരു പ്രോബബിൾ 12 നമ്മൾ നോക്കിയാൽ KL രാഹുൽ, പത്തും നിസാങ്ക, നിതീഷ് റാണ, സമീർ റിസ്വി, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അക്സർ പട്ടേൽ, വിപ്രാജ് നിഗം, കുൽദീപ് യാദവ്, ലുങ്കി എങ്കിഡി, ടി നടരാജൻ, മുകേഷ് കുമാർ ഇമ്പാക്റ്റ് സബായിട്ട് ഇറങ്ങിയേക്കും. GTയുടെ ഭാഗത്ത് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ നായകൻ ശുഭൻ ഗില്ല് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഷോൾഡറിനും അതുപോലെ കഴുത്തിനുമൊക്കെ ബാൻഡേജ് ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ സീസൺ മുതൽ അദ്ദേഹത്തിന് ഈ ഒരു നെക്കിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം വെൽ റിക്കവേർഡ് ആയിട്ടുണ്ട് എന്ന് ഇന്നലെ സായ് സുദർശൻ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തും, പ്ലേയിങ് ലെവലിലേക്ക് മടങ്ങിയെത്തും. കുശാഗ്ര പുറത്താവാനാണ് സാധ്യത. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഒന്നുകൂടി ടീമിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജെയ്സൺ ഹോൾഡറിനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അവരുടെ ഒരു പ്രോബബിൾ 12 പോയാൽ ശുഭൻ ഗില്ല്, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ഗ്ലെൻ ഫിലിപ്സ്, രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ, ദെൻ കാഗിസോ റബാദ ഓർ ജെയ്സൺ ഹോൾഡർ, ദെൻ പ്രസിദ്ധ കൃഷ്ണ, മുഹമ്മദ് സിറാജ്, അശോക് ശർമ്മ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രണ്ട് ടീമും വിജയത്തിനായിട്ട് പോരാടുമ്പോൾ ഒരു മികച്ച മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ സർഫേസ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഹൈ സ്കോറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല കഴിഞ്ഞ കളിയിൽ സംഭവിച്ചിട്ടുള്ളത്. മഴ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ പിച്ചിനും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ മികച്ച ഒരു പോരാട്ടം പ്രതീക്ഷിക്കുമ്പോഴും ഫോർകാസ്റ്റിൽ മഴ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. തണ്ടർ സ്റ്റോം, അത് അറൗണ്ട് 4 PM അതിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മത്സരം ആരംഭിക്കുമ്പോഴേക്കും വെതർ കുറച്ചുകൂടി ക്ലിയർ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിച്ച് ഏതായാലും അണ്ടർ കവേഴ്സിലാണ്. കുറച്ച് മോയ്സ്ചർ പിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സീമേഴ്സിന് അതുവഴി തന്നെ കളിയുടെ തുടക്കത്തിൽ അസിസ്റ്റൻസ് ലഭിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസവും മഴ ബാധിച്ചിട്ടുണ്ട്, ഇന്നും മഴ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.